എല്ലാവർക്കും നമസ്കാരം. മാവേലിക്കാരിക്കാര് ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ അച്ചായൻസ് കൊണ്ട് എല്ലാവരും സ്വീകരിക്കുക. മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എത്ര എതിർപ്പുണ്ടെങ്കിലും എത്ര വെല്ലുവിളി ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇനിയും മുന്നോട്ട് എന്നെ കുറിച്ച് എന്തുമാത്രം ഉപദ്രവിക്കുക അത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് വേണം പോരുന്നത്. കാരണം കുറെ പാവങ്ങളെ നമുക്ക് സഹായിക്കാറുണ്ട്, കുറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ആർക്കും ഇല്ലാത്തവർക്ക് തുണയായിട്ട് ജനിച്ചിട്ടുണ്ട്. കാരണം എത്ര ചെളിയായാലും എത്ര വെള്ളമായാലും എത്ര മഴയായാലും നമുക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നടന്നു ചെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥന മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ. പിന്നെ ഇന്നിപ്പോ ഈ മുണ്ട് കൊടുത്ത എന്താന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. ശരിയായിരിക്കാം, 20ഓളം പെൺകുട്ടികളുടെ കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട് 1 വർഷം മുമ്പ് വരെ. ഇന്ന് ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുമ്പോ ഇന്ന് ആ കല്യാണം നടത്തി, അതായത് ആ കൊച്ചിന്റെ ഒരു കുടിലിൽ ഒരു ചെറിയ കിടന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ നല്ലൊരു വീട് പണിത് ആ വീട്ടിൽ നിന്ന് ഇറക്കി നല്ല സ്വർണവും ഡ്രസ്സും എല്ലാം കൊടുത്ത് നല്ലൊരു കല്യാണം നടത്തി, അത് നല്ലൊരു ആഘോഷമുള്ള ഒരു പരിപാടി നടത്തി തിരിച്ചു വരുമ്പോൾ ഈ മുണ്ട് ഷർട്ട് കൊടുക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ആ കൊച്ചിന്റെ കണ്ണുനീര്, ആ കൊച്ച് രണ്ട് പ്രാവശ്യം ജീവൻ പോലും പല പ്രാവശ്യം അപായപ്പെടുത്താൻ നോക്കിയ ആ പെൺകുട്ടിക്ക് ജീവിതമില്ല എന്ന് വിചാരിച്ച ആ കുട്ടിയെ നമ്മൾ നമ്മുടെ BMW കാറിൽ തന്നെ ആദ്യമായിട്ട് ഈ വണ്ടി എടുത്ത് 2 വർഷത്തിനുള്ളിൽ ഒരേ ഒരു പ്രാവശ്യമേ പൊക്ക വെച്ചിട്ടുള്ളൂ. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ആ കൊച്ചിന്റെ സന്തോഷത്തോടെ ആ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് നമ്മൾ കല്യാണം നടത്തി തിരിച്ച് ആ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് എല്ലാവരും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നിങ്ങളെല്ലാം എന്റെ പുറകിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും ശത്രുക്കളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ട് വെല്ലുവിളിക്കാനോ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന പോലും നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പൊ എന്റെ വഴിക്ക് വിടാൻ മാത്രമേ ഞാൻ എല്ലാവരോടും പറയുന്നുള്ളൂ. പക്ഷെ സന്തോഷമുണ്ട്, എന്തൊക്കെ വന്നാലും 90% ജനങ്ങളും എന്റെ ഒപ്പം നിന്ന് അച്ചായൻ മുന്നോട്ട് പോകും, ഞങ്ങൾ പുറകിലുണ്ട്. ആരൊക്കെ വന്നാലും ആരൊക്കെ എതിർത്താലും ഞങ്ങൾ നേരിട്ടോളാം, അച്ചായൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ശക്തി. നമുക്ക് ഇനിയും പല കാര്യങ്ങളും ചെയ്യണം. ഓരോ ഷോപ്പുകൾ തുടങ്ങുമ്പോഴും ശരിക്കും അത് ഇന്ന് 42ാമത്തെ കടയാണ്. ഇന്ന് 42ാമത്തെ വീട്ടിലാണ് പെൺകുട്ടിയെ കയറ്റി താമസിപ്പിച്ചത്. സന്തോഷമുണ്ട്. അടുത്ത ആഴ്ച 43ാമത്തെ കട അടൂര് വരുമ്പോ 43ാമത്തെ കട പാമ്പിൽ കൂട്ടത്തിൽ കിടക്കുന്ന അമ്മച്ചിക്ക് വീട് പണി കംപ്ലീറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ട്. എവിടെ ചെന്നാലും ആൾക്കാർ ഓടി വന്ന അച്ചായ സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. സ്നേഹം കൊണ്ട് പറയുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഒറ്റക്കാര്യം എനിക്ക് ചെയ്താൽ മതി. എനിക്കൊരു മതിൽ പോലെ നിന്നാൽ മാത്രം മതി. കാരണം എനിക്ക് മതിൽ പോലെ നിൽക്കാൻ ആരുമില്ല, പോലീസിന്റെ സഹായില്ല, വേറെ ആരുമില്ല എനിക്ക്. അറിയാലോ ഞാൻ എങ്ങനെയാണ്, എന്നെ ആർക്കും എന്തും ചെയ്യാം. പക്ഷെ ആ മതില് നിങ്ങളെ പോലെയുള്ള ജനങ്ങളാണ് ശക്തി. എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ഇത്രയും യൂട്യൂബേഴ്സ് ആക്രമിച്ചിട്ടും തിരിച്ചു വന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്ന ഞാൻ തന്നെ ആയിരിക്കാം. കാരണം അതിന്റെ ബലം മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും മാത്രമാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.